എൻ്റെ മോൻ എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെ ഒന്നും എനിക്ക് പറയാം. ഹായ്, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. ഞാൻ അടക്കമുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരും വൈറലാവാൻ വേണ്ടിയിട്ട് ഈ കണ്ടന്റുകൾ തേടി നടക്കുന്നതിനിടയിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആൾക്കാരെ പോലും ആക്ഷേപിക്കാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോലും മടിക്കുന്നില്ല എന്നാണ്. ഈ നമ്മളിപ്പോൾ കേട്ട വാർത്തേൻ്റെ പൊളിറ്റിക്കൽ സൈഡ് എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഒരു റീലോ അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ അതിനെ നമ്മൾ ജഡ്ജ് ചെയ്യും. കുഞ്ഞു മക്കളടക്കം മുതിർന്നവർ വീഡിയോസ് എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അവരവരുടേതായ ഇഷ്ടങ്ങളാണ്. പക്ഷേ നമ്മുടെ പോസ്റ്റ് കാരണം, നമ്മുടെ എടുത്ത വീഡിയോ കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടിയിട്ടുള്ളതാവരുത്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു വീഡിയോക്ക് പകരം ഒരു ജീവനാണ് പോയത്. ഇനിയെങ്കിലും നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ആ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു സംഭവത്തെയോ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക.